ലിയനാർഡോ ഡാവിഞ്ചി നവോത്ഥാന കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ലോകത്തിലെ എക്കാലത്തെയും ഏറ്റവും മികച്ച ചിത്രകാരന്മാരിൽ ഒരാളായി അറിയപ്പെടുന്ന ബഹുമുഖ പ്രതിഭയായിരുന്നു ലിയനാർഡോ ഡാവിഞ്ചി. ഒരു ചിത്രകാരൻ എന്നതിനു പുറമെ ഒരു മികച്ച വാസ്തുശില്പി, ശാസ്ത്രജ്ഞൻ തുടങ്ങിയ നിലകളിലും ഇദ്ദേഹം വ്യക്തിമുദ്ര പതിപ്പിച്ചിരുന്നു. 1452 ഏപ്രിൽ 15 ഇറ്റലിയിലെ ഫ്ലോറൻസ് പ്രവിശ്യയിലെ അഗിയാനോ എന്ന ഒരു കൊച്ചു ഗ്രാമത്തിലായിരുന്നു ഡാവിഞ്ചിയുടെ ജനനം. പിതാവിൻ്റെ ശിക്ഷണത്തിൽ പ്രാഥമിക വിദ്യാഭ്യാസം സ്വന്തമാക്കിയ അദ്ദേഹം 15-ാമത്തെ വയസ്സിൽ ഫ്ലോറൻസിലെ സമുന്നത ചിത്രകാരനും ശില്പിയുമായ ആന്ദ്രേയാ ദെൽ വെറോക്കിയുടെ കീഴിൽ ചിത്രകലാ പഠനം ആരംഭിച്ചു. ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ പെയിൻറ്റിങ്ങിൻ്റെയും ശില്പകലയുടെയും വിവിധ മേഖലകളിൽ പാണ്ഡിത്യം തെളിയിച്ച അദ്ദേഹം 1478 മുതൽ സ്വതന്ത്രനായി പ്രവർത്തിച്ചു തുടങ്ങി. തൻ്റെ മുൻഗാമികളിൽ നിന്നും വ്യത്യസ്തനായി വെളുത്ത പശ്ചാത്തലത്തിനു പകരം ഇരുണ്ട പശ്ചാത്തലത്തിലായിരുന്നു ഇദ്ദേഹം ചിത്രങ്ങൾ വരച്ചത്. അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിൻ്റെ ചിത്രങ്ങൾക്കെല്ലാം ത്രിമാന പ്രതീതി സാധ്യമായിരുന്നു. അഡറേഷൻ ഓഫ് ദി മാഗിയ ആയിരുന്നു ഡാവിഞ്ചിയുടെ ആദ്യത്തെ വലിയ ചിത്രം. എന്നാൽ ഇതൊരു അപൂർണ ചിത്രമായിരുന്നു. എന്നാൽ ഇദ്ദേഹത്തിൻ്റെ മൊണാലിസ, ലാസ്റ്റ് സപ്പർ എന്നീ ചിത്രങ്ങൾ ഇദ്ദേഹത്തിന് ലോക ചിത്രകാരന്മാർക്കിടയിൽ 1-ാം സ്ഥാനം നേടിക്കൊടുത്തു എന്നതാണ് സത്യം. ചിത്രകാരന്മാർക്കിടയിലും കലാ ആസ്വാദകർക്കിടയിലും ലോക ചിത്രകലയെക്കുറിച്ചുള്ള ചർച്ചകൾ നടക്കുമ്പോൾ ആദ്യം വരുന്ന പേരാണ് ലിയനാർഡോ ഡാവിഞ്ചിയുടേത്.